ഹായ് ഫ്രണ്ട്സ്, അബിയ വേൾഡ് ബ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുട്ടും കുറ്റി ഇല്ലാതെ എങ്ങനെ പുട്ടുണ്ടാക്കാമെന്നുള്ള പരീക്ഷണമായാണ് വന്നിരിക്കുന്നത്. ചിലവർക്കൊക്കെ അറിയാം, പക്ഷേ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പറയുന്നത് കേട്ടോ. ഓക്കെ, 3 കപ്പ് എടുക്കുക. ഞാനൊരു ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട്, ഒരു പോർഷൻ താഴത്തെ ഭാഗം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഒരു സൈഡിൽ നിന്ന് വെട്ടിയെടുക്കണം. താഴത്തെ പോർഷനിൽ നിന്ന് ഒരു 2 ഇഞ്ച് അളവിൽ വെട്ടിയെടുക്കുക. നമ്മളെ കപ്പ് പല സൈസ് കപ്പുകൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അത് കിട്ടുന്നത് ഏത് തരത്തിലാണ്, ചിലപ്പോൾ സ്മോൾ ആവാം, ചിലപ്പോൾ ബിഗ് സൈസ് ആവാം. എനിക്കൊരു ബർഗർ ആൻഡ് ഇതിൻ്റെ ഒരു കപ്പാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ആ ഒരു മോഡലിൽ അത് ഒരു അത്യാവശ്യം കുറച്ച് വലിപ്പമുള്ളത് തന്നെയാണ്. ഒരു മീഡിയം സൈസുള്ള ഒരു കപ്പ് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ അടിയത്തെ പോർഷൻ അത് വെട്ടി മാറ്റിയിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് ഇതപ്പോൾ അതിൻ്റെ മറ്റൊരു കപ്പുമായിട്ട് അതിനെ ലിങ്ക് ചെയ്യിച്ചു. അതായത് അതിൻ്റെ താഴത്തെ സൈഡിൽ കൂടെ അത് വെച്ചു. ഇനി അടുത്തതെന്ന് പറയുന്നത് നമുക്ക് ഹോൾ ഇട്ട് കൊടുക്കണം. അതിന് ടൂപ്പിക്ക് എടുത്തിട്ടിട്ട് നമ്മൾ മാർക്കറ്റിലൊക്കെ അവൈലബിൾ ആണ് ടൂപ്പിക്ക്. ഇതിപ്പോൾ നമ്മൾ ചിക്കനൊക്കെ കോർത്ത് നമ്മൾ ചുടാനെടുക്കുന്ന ആ ഒരു ടൂപ്പിക്കാണ്. സാധാ ടൂപ്പിക്കായാലും നമ്മൾ പുട്ടുംകോലായാലും എങ്ങനെയായാലും നമുക്ക് ഏതാണോ നമുക്ക് അവൈലബിൾ ആയിട്ട് നമ്മളെ കയ്യിലുള്ളത് വെച്ചാൽ അത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അതിൻ്റെ ഓട്ടയൊക്കെ ഉണ്ടാക്കി തുളയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. തുളയൊക്കെ ഉണ്ടാക്കി നമുക്ക് അതിലേക്ക് ഞാൻ ഗോതമ്പാണ് ഇവിടെ എടുത്തിട്ട്, ഗോതമ്പ് പൊടിച്ച് വെച്ചിട്ടുള്ളത് നമ്മളെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അത് നനച്ച് വെച്ചിട്ടുണ്ട്. നനച്ച് തരിയില്ലാതെ നനച്ച് മിക്സിയിലൊക്കെ അടിച്ച് വെച്ച് നല്ല തരിയില്ലാത്ത പോലെ ആക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്തു. അത് കഴിഞ്ഞ് നമ്മൾ പുട്ടും പൊടി ഇട്ട് കൊടുത്തു, ഗോതമ്പ് പൊടി ഇട്ട് കൊടുത്തു. അതിൻ്റെ അപ്പുറലായിട്ട് കുറച്ച് തേങ്ങയും കൂടിയും വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് നമുക്ക് സ്റ്റീം ചെയ്താൽ വെച്ചിട്ടുണ്ട് നമ്മൾ കുക്കർ. ആ കുക്കറിലേക്ക് നമുക്ക് അത് വയ്ക്കാം. ആ താഴത്തെ പോർഷൻ ബ്ലാങ്കായി കിടക്കുന്ന ഭാഗം താഴേക്കും വയ്ക്കാം. മേലെ നമ്മൾ പുട്ട് നിറച്ചതും വെച്ചിട്ട് 3ാമത്തെ ഗ്ലാസ് നമ്മൾ യൂസ് ചെയ്യുന്നത്, 3ാമത്തെ ഗ്ലാസ് നമ്മളെ കയ്യിലുണ്ട്. 2 ഗ്ലാസ്സാണ് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളൂ. അത് കഴിഞ്ഞ് 3ാമത്തെ ഗ്ലാസ് നമുക്ക് മേലെ പോർഷനിൽ നമ്മൾ മൂടി പോലെ ആക്കിയിട്ട് വയ്ക്കാം. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പുട്ടൊക്കെ വെന്ത് നല്ല അടിപൊളി പേപ്പറായ കാരണം നല്ല പെട്ടെന്ന് തന്നെ ചൂടെടുത്തു കേട്ടോ. നമുക്ക് അധികം ടൈമൊന്നും എടുത്തില്ല. നല്ല ആവി പറക്കണത് ആ പുട്ട് റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പം മറക്കാതെ നിങ്ങളും ഇതുപോലെ ട്രൈ ചെയ്യുക. ഇതുപോലെ നല്ല വീഡിയോസും കാണുക. നമ്മളെ പേജ് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.